നസ്കർ, അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാൻ്റെ മേൽ ആക്രമണം അഴിച്ചുവിട്ടു. കൃത്യമായ പദ്ധതിയോടെ, ആസൂത്രണത്തോടെ, വ്യക്തമായ ഇൻ്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ആക്രമണം. അതുകൊണ്ടാണ് ആദ്യ നിമിഷത്തിൽ തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവിനെയും സൈനിക മേധാവിയെയും അടക്കം മുതിർന്ന നേതാക്കളെയൊക്കെ തട്ടിക്കളയാൻ ഇസ്രയേലിനും അമേരിക്കയ്ക്കും സാധിച്ചത്. ഇത്തരമൊരു ആക്രമണം സംഭവിച്ചേക്കുമെന്ന് ലോകം നേരത്തെ തന്നെ പറയുന്നതാണ്. കഴിഞ്ഞ എത്രയോ കാലമായി ആക്രമണത്തിന് കോപ്പ് കൂട്ടുന്നു. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളുമൊക്കെ പശ്ചിമേഷ്യൻ തീരത്തേക്ക് അടുപ്പിക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി. എന്നിട്ടും വേണ്ടത്ര മുൻകരുതലെടുക്കാനോ അമേരിക്കൻ ആക്രമണത്തെ തടയാനോ ഇറാന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ കൃത്യലക്ഷ്യത്തിൽ എത്തിച്ച് അമേരിക്കയും ഇസ്രയേലും അവരുടെ ടാർഗറ്റ് ആദ്യ ആക്രമണത്തിൽ തന്നെ തെളിയിച്ചു. ഇറാൻ തിരിച്ചടിക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിലും അമേരിക്കയിലേക്ക് ഒരു ഏറുപടക്കം എറിയാനുള്ള ശേഷി പോലുമില്ല. ഇസ്രായേലിലേക്ക് തുരിതര അയക്കുന്ന ചില മിസൈലുകൾ ഇസ്രായേലിൽ പതിക്കുന്നുണ്ട്, ചില നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നതൊഴിച്ചാൽ ഒരു തരത്തിലും ഇറാനെ ആക്രമിച്ച ഇസ്രായേലിനെയോ അമേരിക്കയോ ഒന്നും ചെയ്യാൻ ഇറാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് മുട്ടുശാന്തിക്ക് വേണ്ടി ഇറാൻ ഇപ്പോൾ ചെയ്യുന്നത് അയൽ രാജ്യങ്ങളായ മുസ്ലിം രാജ്യങ്ങളെ ആക്രമിക്കുന്നു എന്നതാണ്. അവരൊക്കെ സുന്നി മുസ്ലിമുകളാണ്, സമാധാനപ്രിയരായി ജീവിക്കുന്നവരാണ്. അമേരിക്കയും ഇസ്രായേലിനെയും ഒന്നും ചെയ്യാൻ കഴിയാത്തതിൻ്റെ നിരാശ തീർക്കാനാണ് UAE-യിലേക്കും ബഹ്റിനിലേക്കും ഖത്തറിലേക്കും സൗദി അറേബ്യയിലേക്കും കുവൈറ്റിലേക്കും ഒക്കെ ഇറാൻ മിസൈലുകൾ അയക്കുന്നത്. ഈ മിസൈൽ ആക്രമണം തീർച്ചയായും ഈ രാജ്യങ്ങളിൽ താമസിക്കുന്ന മലയാളികളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. സ്വാഭാവികമായും മിസൈലുകളുടെ ശബ്ദം കേൾക്കുമ്പോൾ, റോക്കറ്റുകൾ ചീറിപ്പായുന്ന ശബ്ദം കേൾക്കുമ്പോൾ, ഡ്രോണുകൾ കൺമുമ്പിലൂടെ പറന്നു പോകുന്നത് കാണുമ്പോൾ ആർക്കാണേലും ആശങ്ക തോന്നും. ആകാശത്ത് മുഴുവൻ സ്ഫോടന ശബ്ദങ്ങളും ഭൂമി മുഴുവൻ പുകച്ചുരുളുകളുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആശങ്കയുണ്ട് എന്നത് വാസ്തവമാണെങ്കിലും ഗൾഫിലെ സാധാരണ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് ഇത് മാറിയിട്ടില്ല. UAE-യിലും ബഹ്റിനിലും സൗദിയിലും കുവൈറ്റിലും എന്തിനേറെ ഒമാനിലും പോലും ആക്രമണം നടത്തുന്നുണ്ടെങ്കിലും കാര്യമായ നാശനഷ്ടങ്ങളോ മരണമോ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആകപ്പാടെ അബുദാബിയിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തതൊഴിച്ചാൽ GCC രാജ്യങ്ങളിൽ ഒരിടത്തും തന്നെ നാശങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത്ര ശക്തമായ പ്രതിരോധ സംവിധാനം ഈ രാജ്യങ്ങൾക്കുണ്ട്. ഈ രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് എങ്ങനെയാണ് അവിടുത്തെ പൗരന്മാരെയും അവിടെ നിയമപരമായി താമസിക്കുന്നവരെയും സംരക്ഷിക്കേണ്ടത് എന്ന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ UAE-യിലോ ഖത്തറിലോ ഒമാനിലോ ബഹ്റിനിലോ കുവൈറ്റിലോ സൗദി അറേബ്യയിലോ ഒന്നും ജനജീവിതത്തെ ഇത് കാര്യമായി ബാധിച്ചിട്ടില്ല. ആകാശത്ത് സ്ഫോടന ശബ്ദം കേൾക്കാം, ചില പുകച്ചുരുളുകൾ ഉയർന്നു വരുന്നത് കേൾക്കാം എന്നല്ലാതെ എല്ലാവരും നിശബ്ദരായി വീട്ടിലിരിക്കുകയല്ല. ഈ രാജ്യങ്ങളിലെ സാധാരണ ജീവിതം അങ്ങനെ തന്നെ പോകുന്നുണ്ട്. കുറച്ചൊക്കെ ജാഗ്രത പാലിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് കാര്യമായ കുഴപ്പമില്ലാതെ ഈ രാജ്യത്തെ ജനങ്ങൾ ജീവിക്കുമ്പോൾ നമ്മുടെ ചാനലുകൾ അവരുടെ റേറ്റിംഗിന് വേണ്ടി ഭീതി പരത്തുന്ന തരത്തിൽ വാർത്ത കൊടുക്കുന്നു. ഇറാൻ്റെ മേലുള്ള ആക്രമണമോ ഇറാൻ്റെ തിരിച്ചടിയോ ഒക്കെ വാർത്തയാക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അതിനേക്കാൾ പ്രാധാന്യം ഇവർ കൊടുക്കുന്നത് അബുദാബിയിലേക്കും ദുബായിലേക്കും കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും ഒക്കെയുള്ള ആക്രമണ വാർത്തയാണ്. ഇതാ ബഹ്റൈനിലേക്ക് ബോംബിട്ട് തകർക്കുന്നു, ഇതാ ദുബായിൽ പുകച്ചുരുളുയരുന്നു, ആകെ ആശങ്കയിലാണ്, ജനങ്ങൾ ഓടുന്നു തുടങ്ങിയ തരത്തിൽ ഭയപ്പെടുത്തുന്ന വാർത്തകൾ ഇവരൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നതിൽ ഈ രാജ്യങ്ങളിൽ താമസിക്കുന്ന പ്രവാസികൾ കട്ടക്കലിപ്പിലാണ്. ഇതൊക്കെ സ്വാഭാവികമായും ഒരു യുദ്ധാന്തരീക്ഷത്തിൽ ഉണ്ടാവുന്നതാണ്. അതിനെ അതിജീവിക്കാനും നേരിടാനും ഭരണാധികാരികൾക്കറിയാം. ആ ഭരണാധികാരികളെ വിശ്വസിച്ച് തന്നെയാണ് അവരൊക്കെ അവിടെ ജീവിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നത് എന്ന് ചോദിച്ച് അനേകം പേർ സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നു. കോവിഡ് കാലത്ത് ഇതുപോലെ ഭീതി ഉണ്ടാക്കി ഞങ്ങളുടെ ഉപജീവനം ഇല്ലാതാക്കി, ഇപ്പോഴെങ്കിലും ഞങ്ങളെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞ് ഒരാൾ എനിക്ക് അയച്ച ശബ്ദരേഖ ആദ്യം കേൾക്കുക. സായൻ സാറേ, നമസ്കാരം. സാറേ, ഞങ്ങള് നാട്ടിലെ പ്രയാസങ്ങളൊക്കെ കൊണ്ടല്ലേ ഞങ്ങള് നാട് വിട്ടു ഇവിടെ ഒക്കെ വന്ന് താമസിക്കുന്നത്. അപ്പം ഇപ്പൊ ഈ ഒന്ന് രണ്ട് ചാനലുകാര്, മെയിൻലി ഈ റിപ്പോർട്ടർ, പിന്നെ 24, ഇവർക്കെതിരെ ഒരു പ്ലീസ് ദയവ് ചെയ്ത് ഞങ്ങൾ ലക്ഷക്കണക്കിന് മലയാളികൾ പ്രവാസികൾ ഇവിടെ ജീവിച്ചു പോവുക. ഇവിടെ ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അത് ശരിയാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പക്ഷെ വ്യാജ വാർത്തകള്, ഈ അവിടെ കത്തുന്നു, ഇവിടെ പൊട്ടുന്നു, അത് ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ കുവൈറ്റിൽ നിന്ന് സാറെ വിളിക്കുന്നത്. ഞങ്ങൾ എല്ലായിടത്തും ബന്ധപ്പെടുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, സൈറനോ അലാറോ ഒക്കെ ഉണ്ട്, അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇവർ ഈ വെറുതെ വീട്ടുകാരെയും വിരട്ടി ഇവിടെ കിടക്കുന്ന ഞങ്ങളെയും വിരട്ടിയാല്, ഒന്നാമത് സാറിനറിയാലോ, കൊറോണയ്ക്ക് മുമ്പ് പ്രവാസികൾക്ക് അത് തരും ഇത് തരും എന്നും പറഞ്ഞ്
തള്ള് അല്ലാതെ വേറെ ഒന്നുമില്ല. ഞങ്ങൾക്ക് അപ്പൊ അവിടെ വന്ന് തള്ളു നിന്ന് ജീവിക്കാൻ പറ്റുമോ? ഞങ്ങൾ എങ്ങനെയും ഇവിടെ ജീവിച്ചു പോട്ടെ. ഇവരോട് പറ, ദയവ് ചെയ്ത് ആവശ്യമില്ലാത്ത ന്യൂസ് കൊടുത്ത് വെറുതെ വീട്ടുകാരെയും കൂടെ വിരട്ടാകുന്നു. സാർ ദയവ് ചെയ്ത് ഇതൊന്ന് പോസ്റ്റ് ചെയ്യണേ. താങ്ക് യു. ഈ വാർത്തകളൊക്കെ കേട്ടിട്ട് അവിടെ എന്ത് സംഭവിക്കുന്നു എന്നറിയുന്നതിന് വേണ്ടി ഒരാൾ വിളിച്ചു ചോദിച്ചപ്പോൾ അയാളോട് അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ രണ്ടാമത്തെ സംഭാഷണത്തിൽ ഈ ഭയപ്പെടേണ്ടതും ആശങ്കപ്പെടേണ്ടതുമായി ഒന്നുമില്ല എന്ന് വ്യക്തമാകുന്ന സൂചനകളുണ്ട്. ജോസി, എബ്രഹാം ലൂക്കോസ് പറയും. എങ്ങനെയുണ്ടോ അവിടെ? ഇവിടെ അവിടെ ഇവിടെയൊക്കെ പൊട്ടുന്നു പറഞ്ഞാലും ഈ പറയുന്ന വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ലടാ. ആണല്ലേ? നമ്മുടെ RTA ബസ്സൊക്കെ റോഡുകൾ ഓടുന്നു, ടാക്സി ഓടുന്നു, രാവിലെ കുർബാനയ്ക്ക് പോയി, കടയൊക്കെ തുറന്നിരിപ്പുണ്ട്. ഇത് സംഗതി അവരെ ഓരോന്നിടന്ന് വിടുന്നുണ്ട്. ഒന്ന് എയർപോർട്ടിൽ ഒരെണ്ണം പൊട്ടി, പക്ഷെ ആളപായൊന്നുമില്ല. പാമ്പച്ചിമാര് ഹോട്ടലിൽ ഒരെണ്ണം പൊട്ടി, അവിടെ ആളപായം 4 പേർക്ക് പരിക്കേറ്റു. പിന്നെ അവിടെ ഇവിടെയൊക്കെ വീഴുന്നുണ്ട്, പക്ഷെ ഈ പറയുന്ന വലിയ അപകടമൊന്നുമില്ല. മിക്കപ്പോഴും കാലാവധി കഴിഞ്ഞതൊക്കെ ആയിരിക്കും ഇവിടുന്ന്, അങ്ങനെ വിചാരിക്കുന്നു. നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ഓക്കെയാണ്, നിലവില് പ്രശ്നമൊന്നുമില്ല. പിന്നെ അവിടെ ഒരു ലിമിറ്റ് കാണല്ലോ, കുറച്ചും നിൽക്കുമല്ലോ. അതെ അതെ. പിന്നെ മറ്റന്മാർ ശരിക്കും പൂശുന്നുണ്ട്. അമേരിക്ക ശരിക്കും അടിക്കുന്നുണ്ട് അങ്ങോട്ട്. ഇപ്പം അമേരിക്ക ശരിക്കും പെരുമാറുന്നുണ്ട് അവിടെ ഇപ്പോഴേ. കുഴപ്പമൊന്നുമില്ല. അറിയാൻ വിളിച്ചതേ ഉള്ളൂ. മലയാളത്തിൽ ന്യൂസ് കേട്ടാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. അമ്മാതിരി ഇവിടെ ഒരു മനുഷ്യൻ ഒന്നും അന്നേരം രാത്രി മാത്രം പോലീസിന്റെ ഒരു വാർണിംഗ് വന്നു, സേഫ് ആയിട്ട് സ്ഥലത്ത് നിൽക്കാവുള്ളൂ, ഓപ്പൺ സൈഡ് നിൽക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇങ്ങനെ ഒരു അലാം പോലെ മലയാളം മൊബൈലിൽ വന്നു 12 മണിക്ക്. പിന്നെ ഈ വെള്ളക്കാരുടെ ന്യൂസൊക്കെ നമ്മൾ BBC ഒക്കെ നോക്കിയാണ് കാര്യങ്ങൾ അറിയുന്നത്. ഇവിടെയുള്ള ന്യൂസ് ഒന്നും ഇവിടെ അങ്ങനെ അധികം ന്യൂസ് ചാനൽ ഇല്ല, കോമൺ ആയിട്ടുള്ള. ഇവരെപ്പോഴും ഇവരുടെ ഇമേജ് നോക്കുമല്ലോ. യൂട്യൂബിലൊക്കെ ഉണ്ട് ഓരോ റീൽസ് ഇങ്ങനെ പൊട്ടുന്ന. ചിലതൊക്കെ ആർട്ടിഫിഷ്യൽ AI ആണ്, ചിലതൊക്കെ റിയലാന്ന് തോന്നുന്നു. എന്നാ സിഫിയൻ കൊച്ചെന്നാ വരുന്നത്? അടുത്ത ആഴ്ച വരും. ഈ ആഴ്ച അടുത്ത ആഴ്ച വരും. ആണല്ലേ? രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് അവിടെ സംഭവിക്കുന്നതിനെ കുറിച്ച് ഒരാൾ പറഞ്ഞ സന്ദേശം കൂടി കേൾക്കുക. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പലരും എന്നെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തു, ഇവിടെ മിഡിൽ ഈസ്റ്റിലെ യുദ്ധം കൊണ്ട് ദുബായിലെ പ്രശ്നങ്ങളുണ്ടോ എന്നറിയാൻ. അപ്പം ഞാൻ പൊതുവെ ഒരു മെസ്സേജ് ഇടുവാണ്. ഇതുവരെ നിലവിൽ കുഴപ്പമൊന്നുമില്ല. ദുബായിൽ പലയിടത്തും പല അറ്റാക്ക് സംഭവിച്ചെങ്കിലും ആളപായമൊന്നുമില്ല. ഇവിടെ ഇപ്പോഴും ലൈഫ് ക്വയറ്റ് നോർമലാണ്. രാവിലെ പള്ളി കുർബാനയ്ക്ക് പോയി, ടാക്സികളും ബസ്സുകളൊക്കെ വഴി ഓടുന്നുണ്ട്, കടകൾ ഓപ്പണാണ്. ഈ പറയുന്ന യുദ്ധത്തിൻ്റെ സൈറണോ അലാമോ ഒന്നുമില്ല, അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. എന്നാലും 5-6 സ്ഥലത്ത് അവരുടെ ഇത് വന്ന് പതിച്ചിരുന്നു, എന്താ പറയുക, മിസൈൽ പോലെ. പക്ഷേ ഈ പറയുന്ന ആളപായമൊന്നുമില്ല ഇവിടെ ദുബായ് എയർപോർട്ടിലും പിന്നെ പാം ജുമേരയിലും പിന്നെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ. പിന്നെ എന്താ പറയുക, ഈ ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തത് കൊണ്ട് ഒരു പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സാധനങ്ങളൊക്കെ വില കൂടും, അല്ലെങ്കിൽ ഷോർട്ട് സപ്ലൈ ആവും. അങ്ങനെ ഇഷ്യൂ ഉണ്ട്. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വളരെ വളരെ ലൈഫ് നോർമലാണ്. ആർക്കും ഇങ്ങനെ ഒരു യുദ്ധത്തിൻ്റെ സിറ്റുവേഷനിലുള്ള ഭീതിയോ ഭയമോ ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാണ്. കാരണം പലർക്കും ഈ കാര്യങ്ങൾ കൂടുതൽ അറിയുന്നത് മലയാളം ന്യൂസിൽ കൂടെയാണ്. കാരണം അത്രയും ഒന്നും ഇവിടെ ഇല്ല. മലയാളം ന്യൂസ് വായിച്ച് നമ്മൾ പേടിച്ചു പോകും. അത് ആ രീതിയിലുള്ള ബിൽഡപ്പ് ആണല്ലോ. അപ്പോൾ ഓക്കെ, BBCയും CNN നോക്കിയാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പം പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം സംരക്ഷിക്കട്ടെ. ഓക്കെ, ബൈ ബൈ. അനൂപ് തങ്കച്ചൻ എന്നു പേരുള്ള ഒരാൾ വീഡിയോ തന്നെ ഇറക്കി ഇങ്ങനെ ഭയപ്പെടുത്തരുത് എന്ന് മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനൂപ് തങ്കച്ചൻ. ഞാൻ ബഹ്റിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, GCC രാജ്യങ്ങളിലൊക്കെ യുദ്ധസമാനമായ അവസ്ഥകളിലൂടെയാണ് ഇപ്പം, സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം 1-2 കാര്യങ്ങൾ ഇവിടെ വന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മുടെ നാട്ടിലുള്ള വാർത്താ ചാനലുകളും വാർത്താ മാധ്യമങ്ങളും
ഓൺലൈൻ ചാനലുകളൊക്കെ അത്രയും തെറ്റായ പ്രചാരണങ്ങളാണ് ഇപ്പോൾ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വാർത്തകളൊക്കെ കണ്ടിട്ട് ഇന്നലെ മുതൽ എൻ്റെ പേരൻസ് അതുപോലെ തന്നെ റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ വിളിക്കുകയുണ്ടായി. അവരൊക്കെ കാണുന്ന വാർത്തകളെന്ന് പറഞ്ഞാൽ അത്രമാത്രം ആക്രമണങ്ങളും രക്തച്ചൊരിച്ചിലുകളൊക്കെ ഈ ബഹറിൽ ഉണ്ട് എന്നാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. അവരോടൊക്കെ ഞാൻ ഇവിടുത്തെ ഒരു നിജസ്ഥിതി അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഈ ഒരു നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ചെറിയ ചെറിയ പൊട്ടലുകളും ചീറ്റലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇവിടുത്തെ ഭരണകൂടവും ഇവിടുത്തെ രാജ്യമൊക്കെ നിയന്ത്രണ വിധമാക്കിയിട്ടുണ്ട്. നമ്മൾ അന്നം തരുന്ന അല്ലെങ്കിൽ നമുക്ക് അന്നം തരുന്ന ഈ രാജ്യത്തെയും ഇവിടുത്തെ ഭരണാധികാരികളൊക്കെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. ഞങ്ങളുടെ സുരക്ഷിതത്വവും സംരക്ഷണവും ഒക്കെ അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പം എന്തായാലും ആ ഒരു ഉറപ്പിന്മേലാണ് ഞങ്ങളൊക്കെ സന്തോഷത്തോടെ ഇവിടെ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ചെറിയ ചെറിയ അപായ സൂചനകളൊക്കെ ഉണ്ട്. അതൊക്കെ അവർ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇപ്പോഴും നോർമൽ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടാവുമെങ്കിൽ അതിനുള്ള ഷെൽട്ടറുകളും അതിനുള്ള സംരക്ഷണവും ഒക്കെ ഇവിടുത്തെ ഭരണകൂടം നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നാട്ടിലുള്ള ആൾക്കാർ ഈ വാർത്താ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ കാണുന്ന വാർത്തകളൊന്നും അല്ലെങ്കിൽ കേൾക്കുന്ന വാർത്തകളൊന്നും വിശ്വസിക്കാൻ നിൽക്കേണ്ട. അപ്പം ഞങ്ങളൊക്കെ സേഫാണ്, ഞങ്ങളൊക്കെ സുരക്ഷിതരാണ്. അപ്പം തീർച്ചയായിട്ടും ഞങ്ങൾക്കെല്ലാം ഈ ഭരണകൂടത്തെയും ഇവിടുത്തെ രാജ്യത്തെയൊക്കെ വിശ്വാസമാണ്. ഞങ്ങളെ സംരക്ഷിക്കുമെന്നുള്ളത് ഇവിടുത്തെ സ്വദേശികളെയും വിദേശികളെയൊക്കെ ഒരുപോലെ സംരക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ സുരക്ഷിതത്വം കൊടുക്കുന്ന ഒരു രാജ്യമാണ് അല്ലെങ്കിൽ ഒരു ഭരണാധികാരികളാണ് ബഹറിലുള്ളത്. അത് നമുക്ക് കോവിഡ് കാലത്ത് തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അത്രയും ഒരു സംരക്ഷണമാണ് കോവിഡ് കാലത്ത് നമുക്ക് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സമയം കടന്നു പോകും. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളെല്ലാം സുരക്ഷിതരാണ്. ഓക്കെ. ഏറ്റവും വലിയ ട്രാജഡി കേരളത്തിലെ മാധ്യമങ്ങൾ ഇറാനൊപ്പമാണ് എന്നതാണ്. അതേസമയം ഒരൊറ്റ മലയാളി പോലും ഇറാനിലില്ല. ഈ നാട്ടിലെ തീവ്ര ഇസ്ലാമികവാദികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഇറാനൊപ്പം എന്ന വൃത്തികെട്ട നിലപാടെടുത്തിരിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന ഇറാൻ മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന UAEയും സൗദിയും ബഹ്റൈനും കുവൈറ്റും ഖത്തറുമൊക്കെ അടങ്ങുന്ന രാജ്യങ്ങളെ ആക്രമിക്കുന്നവരാണ്. ആ രാജ്യങ്ങൾ ഇറാനെതിരാണ്. ആ രാജ്യങ്ങൾ അമേരിക്കയ്ക്കൊപ്പമാണ് എന്ന കാര്യം പോലും ഇവർ മറന്നു പോകുന്നു. വാസ്തവത്തിൽ ഈ രാജ്യങ്ങളിൽ സമാധാനത്തോടെ പണിയെടുത്ത് ജീവിക്കുന്ന മലയാളികൾക്ക് പാര വയ്ക്കാൻ വേണ്ടിയാണ് ഇക്കൂട്ടർ ഇറാന് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നതാണ് വാസ്തവം. ദയവായി ഗൾഫ് രാജ്യങ്ങളിൽ മര്യാദയ്ക്ക് പണിയെടുക്കുന്ന മലയാളികളെ ജീവിക്കാൻ അനുവദിക്കുക. കള്ളവാർത്തകളും വ്യാജ വാർത്തകളും ഒഴിവാക്കുക.